എല്ലാവർക്കും നമസ്കാരം. അക്മ യൂട്യൂബ് സീരീസിന്റെ അഗ്രോണമി സെക്ഷനിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അഗ്രികൾച്ചറിലെ എല്ലാ JR കോഴ്സിലും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ അഗ്രോണമിയിലും നമുക്ക് അത്ര മേജർ ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താണെന്നാണ് നോക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ചേഞ്ച് ഇൻ മാസ് ആയിരിക്കും. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് പ്രോസസ് ആയിരിക്കും. അതായത് ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്കുള്ള പ്ലാന്റ് ഗ്രോത്ത് പല ഫേസസ് ഉണ്ടല്ലോ, അങ്ങനെ അതിനാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്നത് ജനറേഷൻ തൊട്ട് ലാസ്റ്റ് സെൻസൻസ് വരെയുള്ള കണ്ടിന്യൂസ് ഒരു പ്രോസസ് ഫേസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടേംസ് ആണ്. ഞാനതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സിനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിരിക്കും. പക്ഷേ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്നത് നാച്ചുറലോ സിന്തറ്റിക്കോ ഏതോ വേണമെങ്കിലും ആകാം. അതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഈ വർഷം അസേർഷൻ റീസൺ പോലെയുള്ള ഇതുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. അതായത് ഓൾ പ്ലാന്റ് ഹോർമോൺസ് ആർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ബട്ട് ഓൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പ്ലാന്റ് ഹോർമോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് പറയുന്നത് ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ സബ്സ്റ്റൻസ് ആയിരിക്കാം. പക്ഷേ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്നത് നാച്ചുറൽ സിന്തറ്റിക്കോ ഏത് വേണമെങ്കിലും ആകാം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഓൾ പ്ലാന്റ് ഹോർമോൺ ആർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ബട്ട് ഓൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആർ നോട്ട് പ്ലാന്റ് ഹോർമോൺ. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമെന്ന് പറയുന്നത് ഒറിജിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആദ്യം എന്ന് പറയുന്നത് നാച്ചുറൽ ഹോർമോൺ, സെക്കൻഡ് പറയുന്നത് സിന്തറ്റിക് ഹോർമോൺ. നാച്ചുറൽ ഹോർമോൺ എന്ന് പറയുന്നത് പ്ലാന്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിനോട് വേറെ രീതിയിൽ എൻഡോജീനസ് ഹോർമോൺസ് എന്ന് പറയാറുണ്ട്. അടുത്താണ് അതിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ് IAA ആൻഡ് PA. ഇൻട്രോ അസറ്റിക് ആസിഡ് ആണ് ഫ്യൂസി അസറ്റിക് ആസിഡ്. അപ്പോൾ ഇതിൽ നാച്ചുറൽ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ IA PA ആണ്. നാച്ചുറലി ഒക്കറിങ് ഓക്സിൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ഇൻഡോൾ അസറ്റിക് ആസിഡ് ആണ് അതിന്റെ ആൻസർ. PA ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, പക്ഷെ മെയിൻ ആയിട്ടുള്ളത് ഇൻഡോൾ അസറ്റിക് ആസിഡ് ആണ്. നാച്ചുറലി ഒക്കറിങ് ഓക്സിൻ പ്ലാന്റിൽ ഏതാണെന്ന് ചോദിച്ചത്. അതുപോലെ സിന്തറ്റിക് ഓക്സിൻ എന്ന് പറയുന്നത് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഓക്സിൻ. അതായത് നമുക്കിപ്പോൾ 2,4-D, NaA ഇതൊക്കെ നമുക്ക് 2,4-D ഇപ്പോൾ ഒരു വീട്ട് കളറായിട്ട് ഉപയോഗിക്കാറുണ്ട്. NaA നമ്മളെ ഫുഡ് ഡ്രോപ്പ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഫാക്ടറീസ് ഉണ്ടാകുന്ന സിന്തറ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. അതുപോലെ നാച്ചുറൽ ഇതൊരു കമ്പാരിസൺ ടേബിൾ ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സൈറ്റോകൈനിന്റെ എക്സാമ്പിൾ നാച്ചുറൽ സൈറ്റോകിൻ ആൻഡ് സിന്തറ്റിക് സൈറ്റോകൈൻ. നാച്ചുറൽ സൈറ്റോകിന്റെ എക്സാമ്പിൾ ആണ് ഐസോപെന്റൈൽ അഡിനിനും സിയാറ്റിനും. സിന്തറ്റിക് സൈറ്റോകിന്റെ എക്സാമ്പിൾ ആണ് കൈനറ്റിനും ബെൻസൈൽ അഡിനൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പാരിസൺ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഫംഗ്ഷൻ. അതായത് പ്ലാന്റിനെ എങ്ങനെ ഗ്രോത്ത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു. ചില പ്ലാന്റ് PGR എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആക്ട് ചെയ്യും, ചിലതെന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യും. പ്ലാന്റ് പ്രൊമോട്ടർ ആയിട്ടുള്ളത് ഓക്സിൻ, ഗിബെറിൻ, സൈറ്റോകിനിൻ. അതായത് പ്ലാന്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. അടുത്ത പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ ABA, എത്തിലിൻ. അത് പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് എക്സാം ചോദിക്കാൻ സാധ്യത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സയന്റിസ്റ്റിന്റെ പേരുകൾ അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ ഇത് ഈ സെക്ഷനിലുള്ള സയന്റിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ആരാണ് ഹു പ്രപ്പോസ് ദ ടേം ഫൈറ്റോ ഹോർമോൺ? അതിന്റെ ആൻസർ തിമ്മൻ ആണ് 1948. ടേം ഓക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കോഗിൾ ആൻഡ് ഹാഗൻ സ്മിത്ത് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ബയോ അസേ ഓഫ് ഓക്സിൻ എന്ന് പറയുന്നത്. അത് അവീന കോളിയോപ്റ്റൈലോർ കർവേച്ചർ ടെസ്റ്റ്. അത് കൊണ്ടുവന്ന് വെന്റ് ആണ് 1928. അവീന കോളിയോപ്റ്റൈലോർ ടെസ്റ്റ് ഓക്സിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഗിബെർലിൻസ് നമുക്കറിയാം, ഇന്റർനോഡൽ ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗിബെർലിൻ എന്ന് പറയുന്നത്. ഏത് സയന്റിസ്റ്റ് ആണ് ഗിബെർലിക് ആസിഡ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അത് കുറോസാവയാണ്. അതിന്റെ ഫംഗസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ഗിബെറില്ല ഫ്യൂജിക്രോയ്. അതിൽ നിന്നാണ് ഈ ഗിബെർലിക് ആസിഡ് നമ്മളെ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. പിന്നെ അടുത്തതാണ് കൈനറ്റിൻ ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേര്, അത് സ്കൂഗ് ആൻഡ് മില്ലർ ആണ്. ഫ്രം ദ ടുബാക്കോ പിത്ത് കാലസ് and it was identified as 6-furfuryl aminopurine. അപ്പോൾ ആ സയൻസിന്റെ പേര് സ്കൂഗ് ആൻഡ് മില്ലർ. അതാണ്
ചോദിക്കാൻ സാധ്യതയുണ്ട്. കൈൻഡ് ഡിസ്കവറി സ്കൂഗൻ മില്ലർ 1950. പിന്നെ സിന്തറ്റിക് ഓക്സിന്റെ കുറെ എക്സാമ്പിൾ ആണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടിരുന്നു, NA എന്നൊക്കെ പറഞ്ഞിട്ട്, Na240. അതുപോലെ തന്നെ IBA, NAA, ME, NA, MCPA, TIBA, 2,4-D, 2,4,5-T. പിന്നെ 2,4-D plus 2,4,5-T ആണ് ഏജന്റ് ഓറഞ്ച്. വിയറ്റ്നാം വാറിന്റെ ഫോറസ്റ്റ് ഒക്കെ ഡീഫോളിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനം ഏജന്റ് ഓറഞ്ച്. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന്റെയൊക്കെ ഫുൾ ഫോം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സിന്തറ്റിക് ഓക്സിന്റെയും നാച്ചുറൽ ഓക്സിന്റെയും എക്സാമ്പിൾ ചോദിച്ചാൽ അത് എഴുതാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞ ഓക്സിൻസിന്റെ എഫക്റ്റ് ആണ്. പല രീതിയിലുണ്ട്. അതിന്റെ തിയറിയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിന്റെ എക്സാം ചോദിക്കാൻ പറയാം. ആദ്യം സെൽ ഡിവിഷൻ ആൻഡ് ഇലോങ്ങേഷൻ. അതാണ് ഇതിന്റെ ഓക്സിന്റെ മെയിൻ ആയിട്ടൊരു പ്രോപ്പർട്ടി ആണത്. അതായത് സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്തത് ഗ്രോത്ത് പ്രൊമോട്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് സെൽ ഡിവിഷനെ ഇലോങ്ങേഷൻ എൻഹാൻസ് ചെയ്യും. അതുപോലെ എപ്പിക്കൽ ഡോമിനൻസ് ആണ് ഇതിന്റെ ഏറ്റവും മേജർ ഫംഗ്ഷൻ ആണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഓക്സിൻ എപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതായത് ലാറ്ററൽ ഗ്രോത്ത്, സൈഡ് വൈസ് ഉള്ള ഷൂട്ട് ഗ്രോത്ത് പ്രിവെന്റ് ചെയ്ത് എപ്പിക്കൽ ഗ്രോത്ത് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് എപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുന്നു. റൂട്ട് ഇനിഷ്യേഷൻ ഉപയോഗിക്കാറുണ്ട്. IBA ഒക്കെ ഉപയോഗിക്കാറുണ്ട്. IBA ആണ് ഇൻഡോക്സി ബ്യൂട്ടേറിക് ആസിഡ്. അതാണ് നമ്മൾ റൂട്ട് ഡിപ്പിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് റൂട്ട് ഇനിഷ്യേഷൻ കൂട്ടും. പിന്നെ പ്രിവെൻഷൻ ഓഫ് അബ്സിഷൻ, കാരണം നമ്മൾ പറഞ്ഞു ഗ്രോത്ത് പ്രൊമോട്ട് ആണ്, അപ്പൊ അബ്സിഷൻ പ്രിവെന്റ് ചെയ്യും. അതുപോലെ പാർത്തനോകാർപ്പിക് ഉപയോഗിക്കാറുണ്ട്. അതായത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. പാർത്തനോകാർപ്പിക്കിന്റെ അതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോണം. അത് ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അത് ഫെർട്ടിലൈസേഷനും പോളിനേഷനും ഇല്ലാതെ ഫ്രൂട്ട് പ്രൊഡക്ഷനാണ് നമ്മൾ പാർത്തനോകാർപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രീൻ ഹൗസിലൊക്കെ പാർത്തനോകാർപ്പിക് വെറൈറ്റീസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അടുത്ത കുറച്ച് മൈൻഡ് എക്സാമ്പിൾസ് റെസ്പിറേഷനെ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആണ് വീഡ് ഇറാഡിക്കേഷൻ 2,4-D നമ്മൾ വഴിയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലെസ് ദാൻ 2,4-D ലെസ് ദാൻ 20 ppm ആണെങ്കിൽ അത് ഫ്രൂട്ട് സെറ്റിംഗ് ഹോർമോൺ ആയിട്ടും, മോർ ദാൻ 20 ppm ആണെങ്കിൽ അത് ഹെർബിസൈഡൽ ആക്ഷൻ ആണ് ഉള്ളത്. അപ്പൊ ആ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ 2,4-D 2,4,5-T നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഏജന്റ് ഓറഞ്ച്. ഇത് മൂന്നുമാണ് നമ്മൾ വീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2,4-Dയുടെ ഓക്സിന്റെ പലതരം രൂപങ്ങൾ. അടുത്തത് ജിബറലിനോട്ട് വരുമ്പോൾ ജിബറലിന്റെ ഫിസിയോളജിക്കൽ എഫക്ട് എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷൻ സഹായിക്കുന്നുണ്ട്. ഷുഗർ കെയിനിലാണെങ്കിലും അതിന്റെ എല്ലാം ഷുഗർ കെയിന്റെ ഇന്റർനോഡ് എലോങ്ങേഷൻ. ഷുഗർ കെയിൻ നമുക്കറിയാം നോഡ്സ് ഉള്ള ക്രോപ്പാണ്. അപ്പൊ അതിന്റെ ഇന്റർനോഡിൽ എലോങ്ങേഷൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ജിബറലിൻ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഡോർമെൻസി ഓഫ് ബഡ്സ്. ഡോർമെൻസി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ക്രോപ്സ് ടെമ്പററി റീജിയൻസ് ഉള്ള ക്രോപ്സിന്റെ ഇതെല്ലാം പല ഡോർമൻ കണ്ടീഷനിലായിരിക്കും ബഡ്സ് ഒക്കെ. അപ്പൊ നമ്മളത് ഡോർമൻസി ബ്രേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ഗിബർലിക് ആസിഡ് ആണ്. പിന്നെ നേരത്തെ പറയുന്ന ഇലോങ്ങേഷൻ ഓഫ് ഇന്റർനോഡ്സ്, അതാണ് ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി. ഓക്സിൻ എന്ന് പറയുന്നത് എപ്പിക്കൽ ഡോമിനൻസ് ആയിരുന്നെങ്കിൽ ഇത് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ആയിരിക്കും കൂട്ടും. അടുത്തെന്ന് പറയുന്നത് ബോൾട്ടിംഗ് ആൻഡ് ഫ്ലവറിംഗ് ആണ്. അതായത് ചെടിയിൽ സ്റ്റെം പെട്ടെന്ന് ഇലോങ്ങേറ്റ് ചെയ്യും ആൻഡ് ദ ടെർമിനൽ ബഡ് പെട്ടെന്ന് അത് ഫ്ലവർ പ്രൈമോഡി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. ബോൾട്ടിംഗ് എൻഹാൻസ് ചെയ്യുന്നത് ജിബർലിക് ആസിഡ് വഴിയുടെ എൻഹാൻസ്. അതുപോലെ പാർത്തനോകാർപ്പി എൻഡോസ് ചെയ്യാനും നമുക്ക് ജിബർലിക് ആസിഡ് ഉപയോഗിക്കാം. പിന്നെന്ന് പറയുന്ന അടുത്ത മെയിൻ പ്രോപ്പർട്ടി ആണ് സിന്തസിസ് ഓഫ് എൻസൈം ആൽഫ അമൈലേസ്. അതിന്റെ ഇപ്പൊ എക്സാം ചോദിക്കാം ആൽഫ അമൈലേസിന്റെ സിന്തസിസ് സഹായിക്കുന്ന PGR ഏതെന്ന് ചോദിച്ചിട്ട് അതിന്റെ ആൻസർ ഗിബർലിക് ആസിഡ് ആണ്. പിന്നെ സൈറ്റോകിനിന്റെ ഫിസിയോളജിക്കൽ എഫക്റ്റ് ആണ് പറയുന്നത്. ഇതില് ചോദിക്കാൻ സാധ്യതയുള്ളത് ആന്റി ഏജിങ് ഹോർമോൺ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആന്റി ഏജിങ് ഹോർമോൺ ഏത്? സൈറ്റോകിനിൻസ് ആണ് അതിന്റെ ആൻസർ. സൈറ്റോകിനിൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ടിഷ്യൂ കൾച്ചറിലൊക്കെ സൈറ്റോകിൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ടിഷ്യൂന്ന് നമുക്ക് സെൽ ഡിവിഷൻ കാൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽ ഡിവിഷന് വേണ്ടി സൈറ്റോകിൻ ഉപയോഗിക്കേണ്ടത്, സെൽ എൻലാർജ്മെന്റ്. പിന്നെ ഓക്സിൻ നമ്മൾ പറയുന്നത് എപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ സൈറ്റോകിൻ എന്ന് പറയുന്നത് ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഓക്സിന്റെ എഫക്റ്റിനെ കൗണ്ടറാക്ട് ചെയ്യുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് സൈറ്റോകിൻ ആണ്. സൈറ്റോകിൻ ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. പിന്നെ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഗിബറലിനെ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്
സൈറ്റോകിനിൻ. പിന്നെ അടുത്തൊരു മെയിൻ പോർഷൻ ആണ് റിച്ച്മണ്ട് ലാങ് എഫക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് സൈറ്റോകിനിൻ. റിച്ച്മണ്ട് ലാങ് എഫക്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെടിയിൽ സെനസൻസ് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ക്ലോറോഫിൽ, ഗ്രീൻ കളറിന് കാരണം ക്ലോറോഫിൽ ആണല്ലോ. അപ്പൊ ക്ലോറോഫിൽ പോകുന്നതോടുകൂടി അത് സെനസൻസ് സ്റ്റേജിലോട്ട് പോകും. അത് ഏജിങ് ചെയ്യുന്തോറും ക്ലോറോഫിൽ കണ്ടന്റ് കുറഞ്ഞ ചെടി പഴുത്ത് വീഴുമല്ലോ യെല്ലോ കളറായിട്ട്. അപ്പൊ അതിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ആ സ്റ്റേജിൽ പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ നമുക്ക് സൈറ്റോകിൻ ഉപയോഗിച്ചാൽ നമുക്ക് ആ സെനസൻസ് പ്രൊലോങ് ചെയ്യാൻ പറ്റും. അതുവഴി ഏജിങ് കുറയ്ക്കാൻ പറ്റും. അതാണ് റിച്ച്മണ്ട് ലാങ് എഫക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് റിച്ച്മണ്ട് ആൻഡ് ലാങ് ആണ് ചെയ്തത് 1957 ഇൻ ദ ലീവ്സ് ഓഫ് സാന്ധ്യ. പിന്നെ വേറൊരു ഇതാണ് ഫ്ലവർ ഇൻഡക്ഷൻ. ഫ്ലവർ ഇൻഡക്ഷൻ സൈറ്റോകിൻ ഉപയോഗിക്കുന്നു. അടുത്ത മെയിൻ എന്ന് പറയുന്നത് മോർഫോജനസിസ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലൊക്കെ മെയിൻ ആയിട്ട് ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മീഡിയ ഉണ്ടാക്കുമ്പം ഹൈ ഓക്സിൻ ആൻഡ് ലോ കൈനറ്റിൻ ആണെങ്കിൽ, അതായത് സൈറ്റോകിൻ ഹൈ ഓക്സിൻ ലോ കൈനറ്റിൻ ആണെങ്കിൽ റൂട്ട് പ്രൊമോഷനും, ഹൈ കൈനറ്റിൻ ലോ ഓക്സിൻ ആണെങ്കിൽ അത് ഷൂട്ടിന്റെ പ്രൊമോഷനും ആണ്. അത് ഓക്സിൻ കൂടിയാൽ റൂട്ടിന്റെ ഗ്രോത്ത് കൂടും, പക്ഷെ കൈനറ്റിൻ കൂടിയാൽ ഷൂട്ടിന്റെ ഗ്രോത്ത് കൂടും. ഇതാണ് അതിന്റെ. ഇതിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ചോദിക്കാൻ പറ്റും, അസേർഷൻ റീസൺ പോലെ. കൈനറ്റ് ഏറ്റവും കൂടുതൽ വെച്ചാൽ അസേർഷൻ റീസൺ ടൈപ്പ് ആയിരുന്നു. അടുത്തെന്ന് പറയുന്നത് മൈനർ ഇമ്പോർട്ടൻസ് ആണ്. അക്യൂമുലേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സൊല്യൂട്ട്സ്, പിന്നെ പ്രോട്ടീൻ സിന്തസിസ്. ഇതാണ് അടുത്തെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞ ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് എത്തിലീൻ ആണ്. നമുക്കറിയാം എത്തിലീൻ ആണ് ഓൺലി പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ എക്സസ് ഇൻ ഗേഷ്യസ് ഫോം എന്ന് പറയുന്നത്. ഗേഷ്യസ് സ്റ്റേജിലുള്ള ഒരേ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ് എത്തിലീൻ. എത്തിലീനിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്, അതായത് ഇൻഹിബിറ്റിംഗ് ആക്ഷൻ ആണ് ഇതിലുള്ളത്. അപ്പം അതായത് പക്ഷേ ഇതിന്റെ മെയിൻ ആയിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാസൻസ് റൈപ്പനിങ്, അതായത് ഫ്രൂട്ട്സിന്റെ ഒക്കെ റൈപ്പനിങ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺ ആണ് എത്തിലീൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് റൈപ്പനിങ് സ്റ്റേജ് എത്താൻ. അതുപോലെ തന്നെ ലീവ്സിന്റെ സെനസൻസ്, അബ്സിഷൻ ഇതെല്ലാം കൂട്ടുന്ന ഹോർമോൺ ആണ് എത്തിലീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ ഫ്ലവറിംഗ് ഇൻഡക്ഷൻ വേണ്ടിയാണ്. നമ്മൾ ക്രൗൺ റീജിയനിൽ എത്തിലീൻ, യൂറിയ, കാൽസ്യം കാർബണേറ്റ് ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ക്രൗൺ റീജിയനിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഫ്ലവറിംഗ് കൂട്ടുകയും ആൻഡ് യൂണിഫോം ഫ്രൂട്ട് പ്രൊഡക്ഷൻ ഇൻ പൈനാപ്പിൾ കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് കോസ് ഇൻഹിബിഷൻ ഓഫ് റൂട്ട് ഗ്രോത്ത്. പിന്നെ നമ്മൾ അടുത്തത് അബ്സിസിക് ആസിഡിന്റെ ഫിസിയോളജിക്കൽ എഫക്ട്. നമുക്കറിയാം അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡന്റ് ആണ്. അതായത് ആന്റി ഗിബർലിൻസ് ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ അബ്സിസിക് ആസിഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആന്റി ഏജിങ് ഹോർമോൺ. ആന്റി ഏജിങ് ഹോർമോൺ സൈറ്റോകിൻ ആയിരുന്നു, പക്ഷേ ആന്റി ഗിബർലിൻ എന്ന് പറയുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അബ്സിസിക് ആസിഡ് ആണ് വിച്ച് ഇസ് നാച്ചുറലി ഒക്കറിംഗ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ഇൻ പ്ലാന്റ് വെച്ചാൽ അബ്സിസിക് ആസിഡ്. രണ്ട് മെയിൻ. ഇത് ഐസൊലേറ്റ് ചെയ്തത് അഡിക്കോട്ട് ആണ്. 1963 അഡിക്കോട്ട് ഐസൊലേറ്റ് ചെയ്തു. അപ്പൊ അന്ന് അവർ യങ് കോട്ടൺ ഫ്രൂട്ട്സിൽ നിന്നാണ് അവർ ഐസൊലേറ്റ് ചെയ്ത്. അന്ന് അവർ കൊടുത്ത പേര് എന്ന് പറഞ്ഞാൽ അബ്സിസിൻ 2 എന്നാണ്. പിന്നെയാണ് ചെയ്ത് അബ്സിസിക് ആസിഡ് എന്നും പറഞ്ഞ് നമ്മൾ നെയിം കൺവേർട്ട് ചെയ്തത്. മെയിൻ ടു എഫക്ട് എന്ന് പറഞ്ഞാൽ ജിയോട്രോപ്പിസം ഇൻ റൂട്ട്സ് ആൻഡ് സ്റ്റൊമാറ്റോക്ലോസിസ്. ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ താഴേക്ക് ജിയോ, എർത്തിലേക്ക് പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. അത് എർത്തിലേക്കുള്ള പോസിറ്റീവ് ഇന്ററാക്ഷൻ, അതായത് ഡൗൺവേർഡ് ഗ്രോത്ത് ആണ് ജിയോട്രോപ്പിസം. പിന്നെ സ്റ്റൊമാറ്റോക്ലോസിംഗ് ചെയ്യുന്ന വഴി ട്രാൻസ്പിറേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അബ്സിസിക് ആസിഡ് ഉപയോഗിക്കാം. അതാണ് രണ്ട് മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്, അത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററും അതിന്റെ പ്രീകേഴ്സേഴ്സ് ഏതാണെന്നുള്ളത്. അപ്പൊ ഓക്സിന്റെ പ്രീകേഴ്സർ എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ ആണ്. ഈ പറയുന്ന ടേബിളിലുള്ള എല്ലാം ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്സിൻ പ്രീകേഴ്സർ ട്രിപ്റ്റോഫാൻ, ഗിബർലിന്റെ ആണെങ്കിൽ ടെർപീനോയിഡ്സ്, കൗറൈൻ. ഇതിൽ ഏതുള്ളതെന്ന് ചോദിക്കാം, ടെർപീനോയിഡ്സിൻ ഓർ കൗറൈൻ. സൈറ്റോകിൻ ആണെങ്കിൽ 5-MAP, അതായത് ഐസോപെന്റൈൽ ഗ്രൂപ്പ് ആണ്. പിന്നെ അഡിനീൻ, അത് ഐസോപെന്റൈൽ ഗ്രൂപ്പും അഡിനീനുമാണ് പ്രീകേഴ്സർ ആയിട്ടുള്ളത്. പിന്നെ എത്തിലീന്റെ ഇമ്പോർട്ടന്റ് പ്രീകേഴ്സർ ആണ് മെത്തിയോണൈൻ. അബ്സിസിക് ആസിഡിന്റെ ആണെങ്കിൽ മെവലോണിക് ആസിഡും വയോളാക്സാന്തിൻ. ഇതിൽ ഏത് രണ്ടാണെന്ന് ചോദിക്കാം. മെവലോണിക് ആസിഡും വയോളാക്സാന്തിനും രണ്ടും ABയുടെ പ്രീകേഴ്സേഴ്സ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്ത് PGR-നകത്ത് അഗ്രോണമിക് സെഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലാകെ നമ്മുടെ എല്ലാത്തിനും മേജർ ഇമ്പോർട്ടൻസും മേജർ ഫംഗ്ഷൻസും പിന്നെ സയന്റിസ്റ്റിന്റെ പേരുകളും പിന്നെ ഈ പ്രീകേഴ്സേഴ്സും മെൻഷൻ ചെയ്ത മേജർ പോയിന്റ്സ് ഇത്ര മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, താങ്ക് യു.